ഗൈസ്, അതായത് പിന്നെ YPS വീഡിയോ ചെയ്തു, യൂത്ത് പ്രൊഫഷണൽ സ്കീമിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പിന്നെ ലിങ്ക് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ, അതായത് ഇത് ചെയ്യാൻ പോകുന്ന യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ലിങ്ക് ഒഫീഷ്യലി UK ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടോ. ഈ വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് എങ്ങനെ നമുക്ക് YPS ചെയ്യാം, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് YPS യൂത്ത് പ്രൊഫഷണൽ സ്കീം ഇത് ഓപ്പൺ ആകാൻ പോകുന്നത് ഫെബ്രുവരി 17-നാണ് 2:30. അപ്പോൾ മറക്കാതെ എല്ലാവരും നാട്ടിൽ നിന്ന് UK വരണം, നല്ലൊരു ഡ്രീം അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് 17-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അതുപോലെ സെൽഫ് സ്പോൺസർഷിപ്പിൻ്റെ ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഏത് വർക്ക് വേണമെങ്കിലും UK വന്ന് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവേണ്ട ഓപ്ഷൻസും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണുക, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് കാണുക. ഓക്കെ, നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ള കുറച്ച് പേര് ചോദിച്ചായിരുന്നു നാട്ടിൽ നമുക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും യൂട്യൂബിൽ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ജസ്റ്റ് നാട്ടിൽ അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി എൻ്റെ അടുത്ത് ലിങ്ക് എങ്ങനെയാണ്, അത് ഒഫീഷ്യൽ ലിങ്ക് എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ UK പ്രൊഫഷണൽ സ്കീം എന്നുള്ള ആ ഒരു അതിലോട്ട് പോകുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിനുശേഷം അതിലുണ്ടാവുന്ന ഫസ്റ്റ് ഇത് go.ukയുടെ ഫസ്റ്റ് വെബ്സൈറ്റിൽ തന്നെ പോകുക. വേറെ ഒരുപാട് തേർഡ് പാർട്ടീസ് വെബ്സൈറ്റ് ഉണ്ടാകും, ഒരു കാരണവശാലും അതിലൊന്നും പോയി പെടരുത്. അപ്പം അതിലോട്ട് പോയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കാണാം പറ്റില്ലേ, അതായത് അവർ ബാലറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ 17 ഫെബ്രുവരി 2:30 PM ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. 2 വീക്സിനകത്ത് നിങ്ങൾക്ക് ഡിസിഷൻ ഉണ്ടാവും. ഡിസിഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഓക്കെയാണ്, എലിജിബിൾ ആണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ 2 വീക്സിന് ശേഷം ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് 319 പൗണ്ട് വിസയ്ക്ക്, അതായത് നാട്ടിൽ ഏകദേശം 30,000 രൂപ അടുപ്പിച്ച് അത്രേ ആവത്തുള്ളൂ. അതുപോലെ തന്നെ IHS, അതായത് ഇൻഷുറൻസ്, ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 719 പൗണ്ട് ആവും. അത്രേ ഉള്ളൂ. വേറെ സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാം. അതുപോലെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഏത് പിന്നെ ബിസിനസ്സിലോട്ട് വേണമെങ്കിലും ഇറങ്ങാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ റിക്വയർമെൻറ്റ്സ്. 3000 ആൾക്കാർക്കാണ് ഇത് പ്ലേസ്മെൻറ്റ് അവർ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ്. കാരണം ഇതിനകത്ത് ഇപ്പം പോയി കഴിഞ്ഞാൽ എലിജിബിൾ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് എന്തായാലും 17-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എൻ്റെ ലിങ്ക് എന്തായാലും ഒഫീഷ്യൽ ലിങ്ക് എന്തായാലും ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ, എൻ്റെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. പിന്നെ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ലേ 18 വയസ്സ് to 30 വയസ്സുള്ള ഇന്ത്യൻസ് ആണെങ്കിൽ അപ്പോൾ അതിനകത്ത് ആണ് ഏജ് റിക്വയർമെൻറ്റ്സ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ മാത്രം മതിയാവും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വിസ കിട്ടിയതിന് ശേഷം ഈ 2530 പൗണ്ട് സേവിങ്സ് ആയിട്ട് വയ്ക്കുക. അത് 28 ദിവസം മാത്രം വെച്ചാൽ മതിയാവും. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് UK വന്നിട്ട് നിങ്ങളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയാണ്, ഇമിഗ്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് എൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് UK വന്ന് സെറ്റിൽ ആവേണ്ട. അപ്പോൾ ഓക്കെ, ബൈ.